ഗവിയിലേക്കുള്ള പ്രിയദർശിനി ബസിന്റെ അനിയന്ത്രിത തിരക്ക് പരിഹരിക്കാൻ ഈ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ 2 പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണ് ഗവി റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ബസ് കേടാകുന്നത് പതിവാകുന്നതിനൊപ്പം വലിയ അപകട സാധ്യതയും മുന്നിലുണ്ടെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ തോമസ്, ഈ പൊതുവിൽ പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് തിരക്ക് കൂടുതലുണ്ട് എന്ന് പലരും പരാതിപ്പെടുന്നുണ്ട്. ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, കുത്തി നിറച്ച ആൾക്കാരെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം ഗവി റൂട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, അപകടകരമായ തരത്തിൽ വളവുകളും ഒക്കെ ഉള്ളൊരു പ്രത്യേക ഭൂപ്രകൃതിയുള്ള മേഖലയാണ്. എന്താണ് വിശദ വിവരങ്ങൾ? വളരെയധികം വനമേഖലയിലൂടെയുള്ള യാത്രയാണ്, വളരെയേറെ അപകടം നിറഞ്ഞ യാത്രയാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൽ 2 ഓർഡിനറി ബസ്സുകളാണ് KSRTC സർവീസ് നടത്തുന്നത്. 2 ഓർഡിനറി ബസ്സുകളാണ്. ഈ ബസ്സുകൾ അന്ന് സർവീസ് തുടങ്ങിയത് അവിടുത്തെ സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര തുടങ്ങിയതോട് കൂടിയിട്ട് വലിയൊരു തിരക്കാണ് ഈ ബസ്സുകളിൽ കയറി യാത്ര ചെയ്യാനായിട്ട് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ബസ്സും ചെറിയ ബസ്സുകളാണ്. 25-35 സീറ്റുകൾ മാത്രമുള്ള ചെറിയ ബസ്സുകളാണ് ഈ വനമേഖലയിലൂടെ ഓടിക്കുന്നത്. പക്ഷേ രാവിലെ 5:30-ക്കും അതുപോലെ തന്നെ 6:30-ക്കും എടുക്കുന്ന ഈ ബസ്സുകളിൽ ഒരു 70 മുതൽ 120 വരെ ആളുകളാണ് ദിവസേന യാത്ര ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും 2 വനത്തിനുള്ളിൽ 2 വെച്ചിട്ടാണ് ഈ ബസ് കേടായത്. തുടർന്ന് ഫോറസ്റ്റിന്റെ ഒക്കെ വണ്ടികളിൽ ഈ ആളുകളെ പുറത്തെത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഈ സമയത്തും വണ്ടിയിൽ 70ഓളം ആളുകൾ, അന്നത്തെ ദിവസം 70 ടിക്കറ്റോളം കണ്ടക്ടർ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇനി തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. കാരണം ഈ പ്രശ്നം വരുന്നത് എന്താ, ഇപ്പം ആളുകളെ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ചോദ്യം വരുന്നത് ജീവനക്കാരോടാണ്. ജീവനക്കാർ അവിടെ നിസ്സഹായരാകുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് കൂടുതൽ ബസ്സുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. ഈ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ തന്നെ ആളുകളെ കൊണ്ടുപോകണം എന്നുള്ള ഒരു നിബന്ധന വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. കാരണം ഈ പത്തനംതിട്ടയിൽ നിന്ന് എടുത്ത് ഗവി വരെ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നൊക്കെ കയറുന്ന സാധാരണ ആളുകളുണ്ട്, രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർ. അവർക്കപ്പോൾ കയറാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തായാലും ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് കൂടുതൽ ബസ് അനുവദിക്കുക എന്നുള്ളതാണ്. ഇതിന് വനം വകുപ്പും അനുമതി നൽകേണ്ടതുണ്ട്. വനം വകുപ്പ് പത്തനംതിട്ട DTOയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 50 ആളുകളിൽ കൂടുതൽ ആളുകളുമായിട്ട് ഈ ബസ് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് DTO KSRTC MDക്ക് ഒരു ശുപാർശ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ബസ് അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. അതുമാത്രമായിരിക്കും നിലവിലെ സാഹചര്യത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ശരി.